പ്രിയമുള്ളവരെ, ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട ഒരാൾ പെട്ടെന്ന് കാണാതെയാവുന്നു. അയാളെ ആരോ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. നിങ്ങൾ അയാളെ അന്വേഷിച്ചു പോവുകയാണ്. ഒരിടത്തും കണ്ടെത്തിയില്ല. അന്വേഷിച്ച് കണ്ടെത്താത്തത് കൊണ്ട് പിന്നെ നിങ്ങൾ എങ്ങോട്ട് പോകും? അയാളുടെ ഓർമ്മകൾ, സ്മരണകൾ നിലനിൽക്കുന്ന ഒരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ അതൊന്നുമില്ലാത്ത ഒരു സ്ഥലത്തേക്കോ. എന്നാൽ നമ്മുടെ എഴുത്തുകാരൻ പറയുന്നത് മറ്റൊരു ലോകത്തേക്കാണ്. ചിത്രങ്ങളുടെ ഒരു ലോകം, നിറങ്ങളുടെ ഒരു ലോകം. അവിടേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് തൻ്റെ വേദനകൾ ചിത്രങ്ങളിലേക്ക് അല്ലെങ്കിൽ നിറങ്ങളിലേക്ക് പരിഭാഷപ്പെടുത്തുന്നു. ഈ പരിഭാഷയാണ് എ മന്തിൻ സിയേന എന്ന നോവൽ. ഇത് എഴുതിയിരിക്കുന്നത് ഹഷിം മാഥ. അദ്ദേഹം ലിബിയയിൽ താമസക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അവിടുത്തെ ഭരണാധികാരിയായ ഗദ്ദാഫിയുടെ ശത്രുവാണ്, പൊളിറ്റിക്കൽ എനിമി. ഇതിൻ്റെ പേരിൽ അച്ഛനെ പീഡിപ്പിക്കുകയാണ്. അവർ അവിടെ നിന്നും അമേരിക്കയിലേക്ക് പലായനം ചെയ്യുന്നു. അമേരിക്കയിൽ ചെന്ന് 4 വർഷത്തിന് ശേഷം വീണ്ടും ലിബിയയിലേക്ക് വരികയാണ്, ഗദ്ദാഫിയുടെ നാട്ടിലേക്ക്. അവിടെ വച്ച് അച്ഛനെ വീണ്ടും പീഡിപ്പിക്കുന്നു. അവർ പിന്നീട് പോകുന്നത് ഈജിപ്തിലേക്കാണ്. ഈജിപ്തിൽ വെച്ച് അച്ഛനെ കാണാതാവുന്നു. ആരോ തട്ടിക്കൊണ്ടുപോകുന്നു. അന്വേഷണത്തിൽ ഈജിപ്ഷ്യൻ രഹസ്യ പോലീസാണെന്ന് പറയുന്നു. ഈ രഹസ്യ പോലീസ് ഗദ്ദാഫിക്ക് അച്ഛനെ കൈമാറുകയാണ്. ഹിഷം അന്വേഷിച്ചു നടക്കുകയാണ്. പക്ഷേ അച്ഛനെ കണ്ടെത്തിയില്ല. അയാൾ വിഷമിച്ച് ചിത്രങ്ങളുള്ള സയാന എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക്, സയാന ഇറ്റലിയിലാണ്, പരമ്പരാഗതമായിട്ടുള്ള ഒരു ചിത്ര കലാകേന്ദ്രമാണ്. അവിടെ ഒത്തിരി പ്രശസ്തരുടെ ചിത്രങ്ങളുണ്ട്. ഈ ചിത്രങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ നമ്മൾ നോക്കി നിന്നാൽ നമ്മളതിൽ ലയിച്ച് പോകുന്ന ഒരു കാഴ്ചപ്പാട്. അങ്ങനെയാണ് അച്ഛനെ കാണാഞ്ഞിട്ട് അദ്ദേഹം വ്യസനിച്ച് നമ്മുടെ കഥാകൃത്ത് സയാനയിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് തൻ്റെ ദുഃഖങ്ങളും വേദനകളും ആ നിറങ്ങളിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണ്. അവിടെ അദ്ദേഹം തൻ്റെ അച്ഛനിൽ നിന്നുള്ള ആ വേർപാടിൻ്റെ വിഷമം ഈ ചിത്രങ്ങളിൽ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇതാണ് എ മന്ത് ഇൻ സിയേന, സിയേനയിലെ ഒരു മാസം എന്ന നോവൽ. നന്ദി, നമസ്കാരം.